ടീച്ചർ പറഞ്ഞു. ഉടനെ തന്നെ ടീച്ചർ പ്ലേറ്റ് മാറ്റി. നാളെ നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു സമ്മാനം. അതല്ല, നിങ്ങൾ കണ്ടുപിടിച്ച് വരാതിരുന്നാൽ ഞാൻ എഴുതി വയ്ക്കും, ബോർഡിൽ എഴുതുന്നത് 108 പ്രാവശ്യം നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. കുട്ടികൾ വിചാരിച്ചു ടീച്ചർ എഴുതിയതിന് ശേഷമല്ലേ എഴുതേണ്ടതുള്ളൂ. ഏതായാലും ക്ലാസ് വിട്ടു. ടീച്ചർ ആദ്യം ഓടുന്നത് ലൈബ്രറിയിലേക്കാണ്. ഒരു കുട്ടി കണ്ടെത്തി ടീച്ചറെ ലൈബ്രറിയിൽ ഇരുന്ന് തപ്പണത്. കണ്ടെത്തിയതും കുട്ടിക്ക് മനസ്സിലായി ടീച്ചർ എവിടുന്നാണ് അത് പൊക്കിക്കൊണ്ടുവരുന്നത്. ടീച്ചർ പോയതിനു ശേഷം കുട്ടിയും അത് എഴുതിയിരുത്തു. കുട്ടികൾ വളരെ ഒബ്സർവേഷനുള്ളവരാണല്ലോ. പിറ്റേ ദിവസം ക്ലാസ്സിൽ ടീച്ചർ വന്നു. ആർക്കെങ്കിലും ഈ കുട്ടി എഴുതിയില്ല. കാരണം ടീച്ചർ എഴുതട്ടെ എന്ന് കാത്തിരുന്നു. ടീച്ചർ എഴുതി. 108 പ്രാവശ്യം എല്ലാവരും എഴുതണം. ഉടനെ ഈ കുട്ടി ചാടിയനിട്ട് ചോദിച്ചു, ടീച്ചർ ഇത് ബെയർ ലാൻഡിൻ്റെ തൂക്കമാണോ, അത് ഇവിടെ ഇരിക്കുന്ന ഇത്രയും കോടി ജനങ്ങളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാവരുടെയും തൂക്കം കൂടിയിട്ടുള്ള തൂക്കമാണോ ടീച്ചർ എഴുതിയത് എന്ന്. അപ്പം ടീച്ചർക്ക് തന്നെ സംശയം, ഇത് ആരുമില്ലാത്ത ഭൂമിയുടെ തൂക്കമാണോ എല്ലാവരും ഉള്ളതിൻ്റെ തൂക്കമാണോ എന്ന്. അപ്രകാരം ടീച്ചർ അത് എഴുതി വെച്ച പോലെ ഇവിടെ ഭഗവാൻ മഹാബലിയോട് 3-ാമത്തെ അടി ചോദിച്ചപ്പോൾ തല കാണിച്ച മഹാബലിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇയാളൊരു പൊട്ടനാണെന്ന്. കാരണം ഭൂമി അളന്നാൽ അതിലാരും പെട്ടു, എൻ്റെ ഭർത്താവും പെട്ടു. എന്നിട്ടും പറയാം എൻ്റെ തലയിൽ കാല് വെച്ചോളൂ. ഇത് കേട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തലയിൽ കാല് വെച്ചു. ഇനിയാണ് നമുക്ക് കുഴപ്പമുള്ള കഥ. കാരണം നമ്മൾ കേട്ടിരിക്കുന്നത് മഹാബലിയുടെ തലയിൽ കാല് വെച്ചതും ബും, പിന്നെ ഓണത്തിൻ്റെ അന്ന് ബും പൊങ്ങി വന്നു. അങ്ങനെയാണല്ലോ ഈ കാർട്ടൂൺകാരൊക്കെ റോട്ടിൻ്റെ നടുവിൽ നിന്നൊക്കെ മഹാബലി പൊങ്ങി വരുന്നത് കാണിച്ചു തരാറ്. ഏതായാലും ഭഗവാൻ തലയിൽ കാല് വെച്ച സമയത്ത് അവിടെ എത്തിച്ചേരുന്നു ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവ് പറയണം, ഭൂതപാവന ഭൂദേശാ ദേവദേവ ജഗന്മയാം മുഞ്ചൈനം ഹൃദ സർവസ്വം നായമർഹതി നിഗ്രഹം. ഭഗവാനെ, അവിടുത്തെ അവൻ്റെ സ്വത്ത് മുഴുവൻ അങ്ങേക്ക് തന്നു. ഇപ്പോൾ ശിരസ്സും സമർപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ അങ്ങ് അയം അരവധി നിഗ്രഹം, അവിടുന്ന് ഇവനെ നിഗ്രഹിക്കരുത് എന്ന്. ആരെ നിഗ്രഹിക്കരുത്? പണിഷ് ചെയ്യരുത് എന്ന്. ഭഗവാൻ അതിന് മറുപടി പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് മഹാബലി ചരിത്രത്തിൻ്റെ താത്വികമായ വശം? 22-ാം അധ്യായത്തിൽ 24 തുടങ്ങിയ ശ്ലോകങ്ങളുണ്ടല്ലോ, വളരെ ചിന്തനീയമായ ശ്ലോകങ്ങളാണ്. ഭഗവാൻ മറുപടി പറയാണ്, ബ്രഹ്മൻ യം അനുഗൃണ്ണാമി തദ്വിശോ വിദുനോമ്യഹം യന്മത പുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യതേ. ഞാൻ ബ്രഹ്മാവെ യം അനുഗൃണ്ണാമി, ഒരാളെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ തദ്വിശോ വിദുനോമി, ഞാൻ അവനെ പരീക്ഷിക്കും. അവൻ പിടിച്ചിരിക്കുന്ന പല സമ്പത്തിനെയും ഞാനൊന്ന് ഇളക്കി മാറ്റി നോക്കും. അവൻ സ്തബ്ധനാണെങ്കിൽ, അതിനെ മുറുകെ പിടിച്ച് കരയുന്നവനാണെങ്കിൽ ഞാൻ അവനെ പിടുത്തം വിടും. ഞാൻ ഒരാളെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇളക്കി മാറ്റുന്നതിനെ പിടിക്കരുത്. അവൻ ആരെ പിടിക്കണം? എന്നെയാണോ പിടിക്കുന്നത് എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നു പറയാൻ. ഭഗവാന്റെ പരീക്ഷണം ഇതാണ്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭഗവാൻ ഇളക്കി നോക്കുമ്പോൾ നാം ഇരുന്ന് പതറുന്നു എങ്കിൽ ഭഗവാൻ നമ്മളോടുള്ള പിടുത്തം വിട്ടു. ഭഗവാൻ ഈ പറയുന്നതൊക്കെ സയൻറ്റിഫിക്കലി ട്രൂത്താണ്. ഭഗവാൻ ഗീതയിൽ പറയും, യേയതാമം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം മമവത്മാനുവത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശാം യോ മാം പശ്യതി സർവത്ര സമം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി. ആരാണോ എന്നെ തന്നെ പ്രപദ്യന്തേ മുറുകെ പിടിക്കുന്നത്, ഞാൻ അവനെയും മുറുകെ പിടിക്കും. അതല്ല, എന്നെ പിടിക്കുന്നതിന് പകരം മറ്റു പലതുമാണ് മുറുകെ പിടിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് രക്ഷയില്ല. കാരണം എന്നെയല്ല പിടിച്ചിരിക്കുന്നത്. പണ്ട് നമ്പൂതിരി പറഞ്ഞതുപോലെയാണ്, ഉണ്ണി വെള്ളം കോരിയായിരുന്നു കിണറ്റിൽ നിന്ന്. കോരുന്ന സമയത്ത് ഉണ്ണി കിണറ്റിൻ്റെ കരയിൽ പാത്രം വെച്ചിരുന്നു, അത് താഴോട്ട് വീണു. അപ്പോൾ കാര്യസ്ഥനോട് പറഞ്ഞു, താനൊന്ന് ഇറങ്ങിയെടുത്തോളൂ എന്ന്. കാര്യസ്ഥൻ വലിയ മുളയൊക്കെ വെട്ടി കിണറ്റിൽ കൊണ്ടുവച്ച് ഇറങ്ങിയിരുന്നു. അപ്പം നമ്പൂതിരിക്ക് വലിയ വിഷമം, ഒരു മുളയാ നശിപ്പിച്ചതേ, ഒരു പാത്രം കാരണം. അപ്പം ഇയാൾ ഇറങ്ങണ സമയത്ത് എന്തോ ചോദിച്ചതും കാല് തെറ്റി. പിന്നെ എന്താ സംഭവിക്കുകയെന്നറിയാലോ, പിന്നെ ഒരു വീഴ്ചയാണ് കിണറ്റിലേക്ക്. വീണ സമയത്ത് നമ്പൂതിരി പറയാണ്,
ഇത്ര വേഗം ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാ രാമ മുള വെട്ടിയത് എന്ന്. മുളയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര വേഗം നീ ഇറങ്ങുമെന്ന് ഞാനും വിചാരിച്ചില്ല. മുളയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴും വിചാരിക്കുന്നില്ല ഇതിൻ്റെ അകത്തുനിന്ന് മുകളിലേക്ക് കയറി വരാൻ ഈ സാധനം ആവശ്യമുണ്ടെന്ന്. ഇതുപോലെ വളരെ ശ്രദ്ധിക്കൂ. നാം ഭഗവാനെയാണ് മുറുകെ പിടിക്കാതെ ജീവിക്കുന്നതെങ്കിൽ ഭഗവാൻ നമ്മളെ കൈവിടും. ഭഗവാന് വേണ്ടത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത് എവിടെയാണ് നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വസ്തുവിലും വ്യക്തിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, ശരീരത്തിലുമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഭഗവാൻ കൈവിട്ടിട്ടുണ്ടാവും. അതല്ല, നിങ്ങൾ ഭഗവാനിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നതെങ്കിൽ ഭഗവാൻ നിങ്ങളെ ഉയർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവനെ അനുഗ്രഹിക്കാനാണ് പോകുന്നത്, നിഗ്രഹിക്കാനല്ല. എന്തുകൊണ്ടാണെന്നറിയോ? യേശദാനവദൈത്യാനം അഗ്രണീ കീർത്തിവർദ്ധനാം അജയ്ഷല്ലജയമ്മായാം സീതന്നപിന മുഖ്യതീ. ഇവനുണ്ടല്ലോ ദാനവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ഞാൻ ഇവൻ്റെ എല്ലാവിധത്തിലുള്ള സമ്പത്ത് അപഹരിച്ചിട്ടും എൻ്റെ ജയിക്കാൻ പറ്റാത്ത മായയെ, മോഹിപ്പിക്കുന്ന മായയെ ഇവൻ ജയിച്ചിരിക്കുന്നു. സീതന്നപിന മുഖ്യതി. ഞാൻ സമ്പത്ത് മുഴുവൻ അപഹരിച്ചിട്ടും അവൻ്റെ ശിരസിൽ കാല് വെച്ചിട്ടും അവൻ അല്പം പോലും തളർന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന മുഖ്യതി, അവൻ മോഹിച്ചില്ല എന്നാണ്. നിങ്ങൾ ചതുശ്ലോകി ഭാഗവതം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അവിടെ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നുണ്ട്. ചതുശ്ലോകി ഭാഗവതം മുഴുവൻ പറഞ്ഞതിന് ശേഷം ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിനാം ഭവാൻ കൽപ്പവികൽപേഷു ന വിമുക്യതി കർഹിജിൽ. ഒരിക്കലും അങ്ങ് തളരുകയില്ല ബ്രഹ്മാവേ. ഭാഗവതം അങ്ങ് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്താൽ അതിലുണ്ടാകുന്ന നഷ്ടങ്ങളും ലാഭങ്ങളൊന്നും അങ്ങയുടെ മനസ്സിനെ ഒരിക്കലും തളർത്തുകയില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതം തളർത്തുന്നതിന് കാരണം നാം ആരെയും മുറുകെ പിടിക്കുന്നില്ല? ഭഗവാനെ മുറുകെ പിടിക്കില്ല. ഭഗവാനെ മുറുകെ പിടിക്കാത്തതിന് കാരണം നാം ഭഗവാൻ എന്ന് കൽപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലിരിക്കുന്ന ശക്തിയായിട്ടാണ്. ഈ ക്ഷേത്രമെന്ന് നമ്മൾ പറയുന്നത് ശരീരമാണെന്നും ഈ ശരീരത്തിലിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാനാണെന്നും നമ്മൾ ധരിച്ചു വെച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ശരീരമാകുന്ന ക്ഷേത്രം, ഈ ക്ഷേത്രത്തെ നിലനിർത്തുന്നത് ഭഗവാൻ. നശിക്കാത്ത ഒരേ ഒരു സാധനം ഭഗവാൻ മാത്രം. അതുകൊണ്ട് നശിക്കുന്നതല്ല ഞാൻ പിടിക്കേണ്ടത്. ഇത് മുറുകെ പിടിക്കണം, നശിക്കാത്തത് മുറുകെ പിടിക്കണം എന്ന് നല്ലവണ്ണം ബോധ്യമുള്ള മഹാബലി തൻ്റെ രാജ്യത്തെ പിടിച്ചില്ല, തൻ്റെ ആളുകളെ പിടിച്ചില്ല, തൻ്റെ ഗുരുവിനെ പിടിച്ചില്ല, തൻ്റെ ശരീരം പോലും മുറുകെ പിടിച്ചില്ല. ഇത് ചവിട്ടി ചിലപ്പം ഭഗവാൻ ചവിട്ടി താഴ്ത്തി വയ്ക്കാം, അതൊന്നും മുറുകെ പിടിച്ചില്ല. പിടിച്ചത് ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് മഹാബലിക്ക് ഇത് സാധിച്ചത്? ആരാ മഹാബലിക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? എവിടുന്നാ മഹാബലിക്ക് ഇത് കിട്ടിയത്? പ്രഹ്ലാദനിൽ നിന്നല്ല. മഹാബലിക്ക് പ്രഹ്ലാദൻ്റെ സഹായമുണ്ടായിട്ടുണ്ട്. മഹാബലിക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചത്, ഈ തലത്തിലേക്ക് ഉയരാൻ സാധിച്ചത് ഭാഗവതത്തിലൂടെയാണെന്ന് പറയണം. എന്താ സ്വാമി പറയണത്? മഹാബലി ഭാഗവതം പഠിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ. ആര് പറഞ്ഞു? ഭാഗവതത്തിൽ യമരാജാവ് പറയുന്നുണ്ട്. യമരാജാവ് 6-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അവിടെ നിൽക്കുക കാണാം. സ്വയംഭൂ നാരദ ശംഭൂ കുമാരകപിലോ മനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വയ്യാസകേ വയം ദ്വാദശേതേ വിജാനീമോ ധർമ്മം ഭാഗവതം ബടാം ഗുഹ്യം വിശുദ്ധം ദുർബോധം യജ്ഞാത്വാ അമൃതമസ്നുതേ. യമരാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് യമദൂതന്മാർക്ക് 12 പേര് ഭാഗവതം ഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. അതിലൊരാളാണ് ആര്? മഹാബലി. അപ്പം മഹാബലിക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയത്? ഭാഗവതം ഉൾക്കൊണ്ടു. ഭാഗവതമൊക്കെ കേൾക്കുന്ന നമ്മളും ഭഗവാനെ അല്ലാതെ മറ്റൊന്നും പിടിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. അത് പരിശീലിപ്പിച്ചെടുക്കണം നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇവനെയുണ്ടല്ലോ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എങ്ങോട്ടാ അനുഗ്രഹിച്ചിട്ട് വിടുന്നത്? താവൽ സുതലമധ്യാസ്ത്വം വിശ്വകർമ്മ വിനിർമ്മിതം എന്നാദയോ വ്യാദയശ്ച കമസ്തന്താപരാഭവ. എവിടെയാണോ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഒന്നുമില്ലാത്തത്, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഏതാണ് ആ സ്ഥലം? ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ
സുതലം സ്വർഗവിപ്രാർത്യം ജ്ഞാതിഭി പരിവാരിത. ഏ ഇന്ദ്രസേന മഹാരാജ, ഭഗവാൻ കാലൊക്കെ കൊണ്ടെടുത്തു. ഭഗവാൻ കാലുകൊണ്ട് ശിക്ഷിക്കുകയായിരുന്നില്ല, സാധാരണ കൈകൊണ്ടാണ് അനുഗ്രഹിക്കുക. ഇവിടെ അനുഗ്രഹിക്കുന്നത് കാലുകൊണ്ടാണ്. ഗോപികമാർ പോലും പറയുന്നത് കൈകൊണ്ട് അനുഗ്രഹിക്കൂ എന്നാണ് ഭഗവാനോട്. വിരചിതാഭയം വിഷ്ണുദുര്യതേ ചരണമീയുഷം സംസൃതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഞങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കൂ എന്ന് ഗോപികന്മാർ പറയുന്നു. ഇവിടെ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഏ ഇന്ദ്രസേന, ഏ മഹാരാജൻ, അങ്ങയ്ക്ക് ഭദ്രമുണ്ടാവട്ടെ, എന്നും സ്വസ്തി ഉണ്ടാവട്ടെ, ഭാഗ്യമുണ്ടാവട്ടെ. ഞാൻ അങ്ങേ പറഞ്ഞയക്കുന്നത് സുതലം സ്വർഗവിപ്രാർത്യം. എങ്ങോട്ടാ പറഞ്ഞയക്കുന്നത്? ഭഗവാൻ ചവിട്ടി താഴ്ത്തല്ല ചെയ്തത്, സ്വർഗിബി പ്രാർത്ഥ്യം. ആ വാക്ക് വളരെ ചിന്തനീയമാണ്. സ്വർഗിബി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ജീവിക്കുന്നവർ, ദേവന്മാര്, അവർ പോലും പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ സ്വർഗത്തിനേക്കാൾ ഉയർന്നത് എന്നർത്ഥം. അപ്പം ദേവന്മാരുടെ സുഖത്തിനേക്കാൾ ഉന്നതമായ സുഖം കിട്ടുന്ന സ്ഥലമാണ് സുതലം. അങ്ങോട്ട് ഭഗവാൻ മഹാബലിയെ ഉയർത്തി എന്നാണ്. അതുകൊണ്ട് ഇനി മേലാൽ ഈ വിഡ്ഢിത്തം നിങ്ങൾ ആരോടും പറയരുത്. ആരെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞാൽ ഉടനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഭഗവാൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, ശിരസിൽ കാല് വെച്ച് അനുഗ്രഹിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അപ്രകാരം സുതലം അങ്ങോട്ട് പോവും മഹാബലി. അവിടെയാണെങ്കിലോ രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്രമം രക്ഷ്യതേ ഭവൻ. രക്ഷിഷ്യേ അഹം, ഞാൻ എപ്പോഴും അങ്ങേ രക്ഷിച്ചുകൊണ്ടിരിക്കും. സദാ സന്നിഹിതം, ഞാൻ എപ്പോഴും സന്നിഹിതനായിരിക്കും. മാം രക്ഷ്യതേ ഭവൻ, എന്നെ അങ്ങേക്ക് കാണാൻ സാധിക്കും. തത്ര ദാനവദൈത്യാനം സംഗാൽത്തേ ഭാവാസുര ദൃഷ്ട്വാമതനുഭാവം വൈ സദ്യ കൊണ്ടോ വിനക്ഷതി. എപ്പോഴും എന്നെ കണ്ടുകൊണ്ട് അങ്ങയുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെ തീരുന്നു. അപ്പം എപ്പോഴും ഭഗവാനെ കാണാൻ സാധിക്കുന്ന തലമാണ് സുതലം എന്ന് പറയുന്നത്. കേൾക്കണ്ടല്ലോ നിങ്ങൾ. ഇങ്ങനെ ഭഗവാൻ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ച് മഹാബലിയെ ഉയർത്തിയതാണ്. അങ്ങനെ മഹാബലിക്ക് ഉയരാൻ സാധിച്ചതിന് കാരണം ഭഗവാന്റെ പരീക്ഷണത്തിൽ നിന്നും മഹാബലി തൻ്റെ മനസ്സിനെ ആരിലേക്ക് ഉയർത്തി? ഭഗവാനിലേക്ക് ഉയർത്തി. ഇതാണ് നമ്മുടെ പൂർവികന്മാർക്ക് പറഞ്ഞു തരാനുള്ളത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തുന്നോ അപ്പം ഭഗവാന് നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. നമ്മളെ പലപ്പോഴും ഭഗവാൻ ഉയർത്തതിന് കാരണം നാം ദുഃഖങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ മനസ്സിനെ നമ്മൾ ഉയർത്തുന്നില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം, ആദ്യം ഞാൻ ഉയരണം. ഞാൻ ഉയർന്നാലേ ഭഗവാൻ എന്നെ ഉയർത്താൻ പറ്റുള്ളൂ. നമ്മൾ താഴ്ന്ന തലത്തിൽ നിൽക്കുമ്പോൾ മുകളിലേക്ക് ഉയരണമെങ്കിൽ താഴെ നിന്ന് മുകളിൽ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ കൈ ഉയർത്തി കാണിച്ചു കൊടുക്കണം. ആണോ അല്ലയോ? അപ്പോഴേ അയാൾക്ക് നമ്മൾ ഉയർത്താൻ പറ്റുള്ളൂ. ഏ യഥാമാം പ്രപദ്യന്തേ, ആദ്യം ഞാൻ എന്നെ കൊടുത്താലേ ഭഗവാന് നമ്മളെ ഉയർത്താൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് ആരാണ്? ഉയർത്തേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മളൊരാളെ വെച്ച് പൂജയും ചെയ്തിട്ട് ഉയർത്തിക്കോളൂ പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്കും നമ്മളെ പിടിച്ചുയർത്താൻ സാധ്യമല്ല. ഒരു ജ്യോത്സ്യൻ വിചാരിച്ചാൽ സാധ്യമല്ല, ഒരു പൂജാരി വിചാരിച്ചാൽ സാധ്യമല്ല. അതിന് ആത്മൈവ ആത്മനോ, അവനവനെ ഉയർത്തേണ്ടത് എത്ര വ്യക്തമായി ഉദ്ധവരോട് പറയുന്നു. ഉദ്ധവരെ അങ്ങേ ഉയർത്താൻ എനിക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഉയർത്താൻ പറ്റുമായിരുന്നെങ്കിൽ കുലത്തെ ഉയർത്തിക്കൂടായിരുന്നില്ലേ? എത്രയെത്ര ആളുകൾ ഉയർത്താമായിരുന്നു. അങ്ങേ ഉയർത്താൻ ആര് തന്നെ വിചാരിക്കണം, എനിക്ക് വഴി കാണിച്ചു തരാൻ പറ്റും ഉദ്ധവരെ, അങ്ങ് ഉയർത്തണം. ഇത് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർക്ക് മുഴുവൻ നമ്മളോട് പറയാനുള്ളത്. നമ്മളൊക്കെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഇടക്കാലത്ത് വീണുപോയി. നമ്മൾ വിചാരിച്ചു ഇതൊക്കെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉയർത്തേണ്ട പണിയൊക്കെ ആര് ചെയ്തോളും? ബാക്കിയുള്ളവർ ചെയ്തോളും. നമ്മുടെ ജോലി അവസാനത്തെ പായസം മേടിച്ച് കഴിച്ച് വീട്ടിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ പായസം മേടിച്ച് കഴിക്കേണ്ട ജോലി നമുക്കും, പ്രസാദം മേടിച്ച് പോകേണ്ട ജോലി ബാക്കിയൊക്കെ മറ്റുള്ളവർക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു അന്ധമായൊരു ആത്മീയതയിലേക്ക് നമ്മൾ വീണുപോയി. അതിൽ നിന്ന് നമ്മൾ പിടിച്ച് നമ്മൾ ഉയർത്തണം. അങ്ങനെ എന്നെ ഉയർത്താൻ ഒരാൾക്ക് സാധ്യമല്ല. എന്നെ ഉയർത്താൻ ഞാൻ തന്നെ വേണം ശ്രമിക്കാൻ.
ഭഗവാൻ അതാണ് പറയുന്നത്, ദൈവീഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാം മാമേവയേ പ്രപദ്യന്തേ മായാമേതം തരന്തിതേ. എൻ്റെ മായ എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് കടക്കാൻ. കാരണം പല വിധത്തിൽ മോഹിപ്പിക്കും അത്. എൻ്റെ മായയെ കടക്കാൻ എന്ത് വേണം? മാമേവയേ പ്രപദ്യന്തേ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എന്നിലേക്ക് ഉയർത്തിയാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഉയർത്തിക്കൊള്ളാന്ന്. ഇപ്രകാരം മഹാബലി തൻ്റെ മനസ്സിനെ തൻ്റെ സമ്പത്തിൽ നിന്നും തൻ്റെ ശരീരത്തെ കാലുവെച്ചപ്പം ആ ബോധത്തിൽ നിന്നും തൻ്റെ ആളുകളിൽ നിന്നും ശരീരം, ബന്ധങ്ങൾ, വസ്തുക്കൾ, ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ആരിലേക്ക് ഉയർത്തി? ഭഗവാനിലേക്ക് ഉയർത്തി. അനുഭവത്തെ ഭഗവത് പ്രസാദമായി കണ്ടു, കാലനിശ്ചയമായി കണ്ടു, ഭഗവത് നിശ്ചയമായി കണ്ടു. മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചതും ഭഗവാൻ താഴ്ത്തുന്നതിന് പകരം ഉയർത്തി എന്നാണ്. ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട്, ഇതിനെയാണ് പങ്കുവെക്കുക എന്ന് പറയുക. പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഏത് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ അതിനോട് പങ്കുവെച്ച് അവസാനം ആരിലേക്ക് തന്നെ സമർപ്പിക്കണം? സമർപ്പിക്കേണ്ടത് ഭഗവാനിലും പങ്കുവെക്കേണ്ടത് മറ്റുള്ളവരിലുമാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ പങ്കുവെക്കുന്നു, മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മറ്റുള്ളവരിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ജീവിതം എന്ന് കരുതി അവരിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചങ്ങോട്ട് ജീവിക്കുകയാണ്. അത് നമ്മെ പിന്നീടൊരു ദുരിതമായി, ദുരന്തമായി നമ്മളെ ഉയർത്തുന്നതിന് പകരം ബന്ധങ്ങളൊക്കെ നമ്മളെ താഴ്ത്തുന്നു. പലരും ഇരുന്ന് ദുഃഖിക്കാൻ കാരണം അവർ ബന്ധങ്ങളിൽ ഒട്ടിപ്പിടിക്കുക കാരണമാണ്. ആണോ അല്ലയോ? ചിന്തിക്കും നിങ്ങൾ. പലരും തളരാൻ കാരണം, പലരും ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കാൻ കാരണം ഏതൊക്കെയോ ബന്ധങ്ങളിൽ അവർ കുരുങ്ങിക്കിടക്കുകയാണ്. അതിൽ പങ്കുവെക്കാനേ പാടുള്ളൂ. പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാനും പങ്കുവെക്കാനും സാധിച്ചാൽ സമർപ്പിക്കേണ്ടത് ആരിൽ മാത്രം? ഭഗവാനിൽ മാത്രം. കാരണം മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, അതിനെ നിലനിർത്തുന്നതും ഭഗവാനാണ്, അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലാണ്. ഇത് ഭാഗവതത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിച്ച ആളാണ് ബലി എന്ന്. അതുകൊണ്ട് മഹാബലി എന്നുള്ള ശബ്ദത്തിനർത്ഥം രണ്ടർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഒന്ന് ബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുക, സമർപ്പിക്കുക. രണ്ട് ബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുക എന്നർത്ഥം. ഈ രീതിയിൽ ജീവിതം കൊണ്ടു നടന്ന മഹാബലിയിലൂടെ നമ്മുടെ ജീവിതത്തെയും ഉയർത്താനുള്ള വഴികൾ ഈ ഭാഗവതം കാണിച്ചു തരുന്നു. ഇനി നമ്മൾ ഓണാഘോഷം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ലോകത്തിലുണ്ടായിട്ടുണ്ടാവില്ല. കാറൽ മാർക്സ് ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യലിസ്റ്റ് സിസ്റ്റം എത്ര മനോഹരമായിട്ടാണ് പണ്ടുള്ളവർ പാടിവെച്ചത് കേരളത്തിൽ. മാവേലി നാടുവാണീടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ. ഇതല്ലേ സോഷ്യലിസം? അല്ലേ? കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം എല്ലാവരെയും ഒരുപോലെയാക്കലാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പോളിവ എന്നത് പാടാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. കാരണം എന്തൊക്കെ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്നില്ലയോ അതുള്ളൂ എന്ന്. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ, തിരുവോണത്തിൻ്റെ നാളിൽ പലർക്കും മഹാബലിയുടെ അനുഭൂതി ഉണ്ടാവാറുണ്ട്. അതായത് മാനുഷരെല്ലാവരും ഒന്നുപോലെ. കാരണം അവർ മാവേലി സ്റ്റോറിൽ പോയിട്ട് ആ സാധനം മേടിച്ച് കഴിക്കും. അത് അകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. ആ രീതിയിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ട്. കാരണം അന്നത്തെ ദിവസമായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് കാശ് കിട്ടുന്ന ദിവസം. പത്രത്തിൽ വായിക്കാറില്ലേ, 60 കോടിയുടെ സെയിൽസ് നടന്നു, 70 കോടിയുടെ സെയിൽസ് നടന്നു. അപ്പോൾ ജനങ്ങളൊക്കെ വളരെയധികം ഒന്നാവാൻ ശ്രമിക്കുന്നുണ്ട് മഹാബലിയുടെ തലത്തിലേക്ക്. ഈ രീതിയിൽ നമ്മളതിനെ അധപ്പതിപ്പിച്ചു എന്നാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് തന്നെ പങ്കുവെക്കുന്നതിൻ്റെ ആഘോഷമാണ്. അതാണ് ഓണസദ്യകളും ഓണക്കളികളും എല്ലാം കൂട്ടിച്ചേർന്നിട്ടാണല്ലോ. അപ്പം നമ്മുടെ സന്തോഷത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതൊക്കെ മാറിയിട്ട് ഇന്നത്തെ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് ഒരു അങ്കിള് പറഞ്ഞതുപോലെയാണ്. ഈ പ്രാവശ്യത്തെ ഓണം ഉണ്ടല്ലോ, കേമം കേമം കേമം. എന്നാ രാവിലെ സ്ത്രീകളൊക്കെ കുളിച്ച് നല്ല വേഷ്ടിയൊക്കെ കൊടുത്ത് അവരുടെ വക ഒരു തിരുവാതിരക്കളി, അത് കഴിഞ്ഞ് പഴം പുഴുങ്ങിയത്, ഇഡ്ഡലി ഒരു വക, സാമ്പാർ ഒരു വക, ദോശ ഒരു വക, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേയും അടേതാ വരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് സദ്യവട്ടങ്ങൾ, 2 തരം അട, ഒന്ന് പഴപ്രഥമനും അടപ്രഥമനും, കേമം കേമായിട്ടുള്ള. അത് കഴിഞ്ഞ് കുട്ടികളുടെ വക പുലിക്കളിയോ ഓണക്കളിയോ എന്തൊക്കെയോ കളികൾ. അത് കഴിഞ്ഞ് വൈകുന്നേരം സ്ത്രീകളുടെ വക വീണ്ടും ഒരു തിരുവാതിരക്കളി. ഇങ്ങനെയെല്ലാം കൂടിയിട്ട് ഇപ്രാവശ്യത്തെ ഓണം
കേമം കേമെന്ന്. അപ്പോൾ ഇത് കേട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇതൊക്കെ അമ്മാവ ഇവിടെ നടന്ന കാര്യമാണ് പറയണത് എന്ന്. ഇവിടെ അല്ലടോ, ടി വിയിൽ. ഇവിടെ എന്ത് നടക്കാൻ? ഇവിടെ ഒരു കുന്നും നടക്കാനില്ല. ഇവിടെ പല്ലില്ലാത്ത ഞാനും ഈ അമ്മായിയും എന്ത് തിരുവാതിരക്കളി, ആ കളിയൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ. ടി വിയിൽ തന്നെ ഇരിക്കുന്ന ഓണാഘോഷങ്ങളൊക്കെ മാറിപ്പോയി. മനുഷ്യൻ ആ പങ്കുവെക്കുന്ന സംസ്കാരം ക്രമേണ നഷ്ടപ്പെട്ടു. ഇനി നമ്മളൊക്കെ അത് അമ്പലങ്ങളിലോ വേറെ വല്ല രീതിയിലൊക്കെ കൊണ്ടുവന്ന് ആ സമൂഹത്തിനെ ഘടിപ്പിക്കാൻ നമുക്ക് സാധിപ്പിക്കണം. ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അടുത്ത തലമുറയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓണം ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് ഓണം എന്നുള്ളത്. ഓണം എന്ന് പറയുന്നത് പങ്കുവെച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഉത്സവത്തെ ആഘോഷിക്കുമ്പോണ്ടല്ലോ, അത് നമ്മളെ ആത്മീയമായി ഉയർത്തിയിരിക്കും. അല്ലെങ്കിൽ അത് വെറും ശാപ്പാടും കഴിച്ച് പായസവും കഴിച്ച് നന്നായിട്ടുണ്ട്, ഇനി അടുത്ത ഓണത്തിന് കാണാം എന്ന് പറയുന്നതിൽ അവസാനിക്കുന്നു വരികയാണ്. എത്രയോ സദ്യ നമ്മൾ കഴിച്ചു, അതൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പോവും, അല്ലാതെ അവിടെ നിന്ന് നിൽക്കാൻ പോകുന്നില്ല. അത് ഇങ്ങനെയല്ല. നമ്മൾ ആ സദ്യ കഴിക്കുന്നതോടുകൂടി ഭാവന കൊണ്ട് നമ്മൾ ഉയർന്നിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. നാളെ നമുക്ക് കാണാനുള്ളത് മറ്റൊരു സംശയമുണ്ടാക്കുന്ന കഥയാണ് മത്സ്യാവതാരം. മത്സ്യമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ഇനി ഈ കഥയ്ക്ക് വേറൊരു പ്രത്യേകത ഉള്ളത്, സാധാരണ രീതിയിൽ നമ്മൾ ഭഗവാന്റെ അവതാരം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യം വരുന്ന അവതാരം മത്സ്യമാണ്. പക്ഷെ ഭാഗവതത്തിൽ അത് അവതരിപ്പിക്കുന്നത് വാമനാവതാരത്തിന് ശേഷമാണ്. 8ാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ ഭാഗമാണ്. അതെന്താണ് ആ കഥ എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. Hari Om. For details, contact Sri Krishna Seva